ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വീണ ഡിസൈൻ ചെയ്യുകയാണ്. അതായത് സാധാരണ നമ്മൾ ആരി നീഡിലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നോർമൽ നീഡിൽ നമ്മൾ സാധാ തയ്യൽ സൂചി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വീണ നമ്മുടെ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിൽക്ക് മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് ബീഡ്സൊക്കെ വെച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഔട്ട്ലൈന് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പറിൽ ഇങ്ങനെ ഒരു വീണയുടെ ഒരു ഡിസൈന് വരച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നമ്മൾ തുണിയിലേക്ക് പകർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറിയ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ത്രെഡ്, അത് ഗോൾഡൻ ത്രെഡ്സ് നമുക്ക് വേണം. സരി ത്രെഡ് എന്നും പറയും അതിന്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ത്രെഡ്, ഇത് ക്രോഷറ്റ് ത്രെഡാണ് ഇതിൻ്റെ പേര്. പിന്നെ വേണ്ടത് നമുക്ക് ബീഡ്സ് തുന്നാനായിട്ട് സാധാ സൂചി നൂലും വേണം. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ പേപ്പറിൽ വരച്ചിട്ടുള്ള ഈ ഒരു ഔട്ട്ലൈന് നമുക്ക് തുണിയിലേക്ക് പകർത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ട്രേസിങ് പേപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതേപോലത്തെ പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ കാർബൺ പേപ്പർ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ കളറുള്ള ഭാഗം നമ്മുടെ തുണിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് ഔട്ട്ലൈന് വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് താഴെ എന്തെങ്കിലും കട്ടിയുള്ള ബുക്ക് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് തുണി വെക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. നല്ല പ്രസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അപ്പോഴായിരിക്കും ആ കളറൊക്കെ അതിൽ പറ്റി പിടിക്കുക. ഇങ്ങനെ പേപ്പറിൽ ഡിസൈൻ വരയ്ക്കാൻ അറിയാത്തവർക്ക് നമ്മൾ നെറ്റിലുണ്ടാകും ഇതേപോലത്തെ ഔട്ട്ലൈനൊക്കെ നമുക്ക് അതിൽ കിട്ടും. അതങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലൊരു പേപ്പർ വെച്ചിട്ട് വരച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലേ? തുണി ഒരു ഷൈനിങ് ഉള്ള തുണിയായിട്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തത്. കണ്ടോ, ചെറുതായിട്ട് കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോണത്. വർക്ക് ചെയ്യേണ്ട ക്ലോത്ത് ഇതേപോലെ ഒരു ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നോർമൽ സൂചി നൂല് കൊടുത്തു. അപ്പോൾ സൂചി എടുക്കുമ്പോൾ ചെറിയ ബീഡ് കോർക്കാൻ പാകത്തിലുള്ള സൂചിയായിരിക്കണം. കണ്ടോ, വളരെ തിന്നായിട്ടുള്ളൊരു സൂചിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ ആ ഒരു പുറം ഭാഗത്തുള്ള ലൈന് മാത്രം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ബീഡ്സൊക്കെ ഒന്നിച്ച് വെച്ച് ചെയ്യാൻ മതി. അതിൽ കൂടുതലായാൽ ചിലപ്പോൾ അവിടെ മുത്ത് അങ്ങനെ ഉറച്ച് നിൽക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഒരു 4 ബീഡ്സ് 5 ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് അത് പിന്നെ അങ്ങനെ തുടർന്ന് കൊണ്ടുപോയാൽ മതി ആ ലൈനിൽ. അപ്പോൾ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് എല്ലാ സ്റ്റെപ്പും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം.
പോർഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ നടുവിലുള്ള പോർഷൻ മാത്രം വിട്ടിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ ആ ഒരു ബീഡ്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരേപോലെ തന്നെയാണ്. ഒരു 4-5 ബീഡ്സ് ഇങ്ങനെ വെച്ചിട്ട് കോർത്ത് കൊടുത്ത് ചെയ്തതാണ്. വേറെ പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അതും കൂടെ കാണിച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഉൾഭാഗത്ത് ഇനി വേറെ ഒരു ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ഗ്യാപ്പ് സരി ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടൊരു 5-6 ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാലായിരിക്കും ഇത് കട്ടിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. നമ്മൾ ഒരു ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാവും അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഞാനൊരു 6 ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് എല്ലാവർക്കും അറിയുന്നതാവും. ആ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം ആ ഒരു ആരി വർക്ക് ചെയ്ത ആ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കത് അറിയില്ല എന്നുള്ളൊരു സങ്കടം വേണ്ട. നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇതും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ആ ഗ്യാപ്പ് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡിസൈന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോർഷനൊക്കെ ബാക്ക് സ്റ്റിച്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഡ്സൊക്കെ നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ആ നേരത്തെ കാണിച്ച ആ റെഡ് ക്രോഷറ്റ് ത്രെഡ് കൊണ്ട് ഞാൻ ഇതേപോലെ ചെറിയൊരു ലൈന് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനൊരു ലൈന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പ് വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് ആ സരി ത്രെഡ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഡിസൈനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്